എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മൾ ഉത്രം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ 2025 ഉത്രം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. Chariot, Page of Pentacles, Hanged Man, Eight of Swords, Ace of Wands, Nine of Swords. ഫസ്റ്റ് ചാരിയറ്റ് എനർജിയാണ്. ഈ ഒരു വർഷം, ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ സാധ്യതകളുള്ള സമയമാണ്. പക്ഷേ നിങ്ങളുടെ ഒരേ സമയം തന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. കാരണം ഒത്തിരി സാധ്യതകളുണ്ട്, അതേസമയം തന്നെ നിങ്ങളുടെ ചിന്തകൾ വഴിവിട്ട് സഞ്ചരിക്കാനുള്ള സാഹചര്യവുമുള്ള സമയമാണ്. അപ്പോൾ മനസ്സിന് കുറച്ച് അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പല നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണെങ്കിൽ കൂടിയും പല പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വൈകാരികമായിട്ട് നിങ്ങൾ കുറച്ച് എന്താ പറയുക, ഒരു ആങ്സൈറ്റി, ഡിപ്രഷനിലൊക്കെ വരുന്ന സാധ്യതയാണ്. എന്നിരുന്നാൽ നിങ്ങൾക്ക് അതിന് തക്ക അല്ലെങ്കിൽ നെഗറ്റീവ് ഫീൽ ചെയ്യാൻ തക്കത് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്തോ നിങ്ങളെ അലട്ടും, നമ്മൾ പറയില്ല, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള സിറ്റുവേഷൻ ആയിരിക്കും. എല്ലാം ഉണ്ടായിട്ടും എന്തൊക്കെയോ നെഗറ്റീവ് ഫീലിംഗ് എന്നുള്ളത്. കാരണം ഈ ഒരു സമയത്ത്, ഈ ഒരു മാസം നിങ്ങൾ പലരും പുതിയ വാഹനം വാങ്ങിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ പുതിയ വീട് വയ്ക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്നതിനുള്ള ഒരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, അതേപോലെ തന്നെ ലൈഫിൽ എന്താണ് ഒരു സക്സസ്, ഒരു വിക്ടറി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് പല കാര്യങ്ങളും അതായത് നിങ്ങൾ പലതും സ്വയമേ കണ്ടറിഞ്ഞു നോക്കി ചെയ്യുന്ന അവസരങ്ങൾ ഒത്തിരി വരുന്നത് നിങ്ങളൊന്നും പാഴാക്കി കളയുന്നില്ല. അതായത് ആ ഒരു അവസരം പലതും നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലേക്കാണ് പോകുന്നത്. മുന്നിൽ വരുന്ന അവസരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ശരിയായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ഇതൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു മാജിക്കലായിട്ടുള്ളൊരു സമയമാണ്. നിങ്ങളുടെ ആ ഒരു വിൽ പവറും ഡിറ്റർമിനേഷനും കൂടിയിട്ട് നിങ്ങൾക്ക് പലതും നേടാനായിട്ട് പറ്റുന്നു. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ഫീല് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. വളരെ പോസിറ്റീവ് എനർജി കണക്ഷൻസ് ആണ്. ജീവിതം എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഏത് തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആത്മവിശ്വാസം വളരെ കൂടുതലായിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു മാസമാണ്. റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ ഈ ഒരു മാസം കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കാം. ബിസിനസ് സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങളിലോ. ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ചും റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ്. ഒരു മിഡിൽ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന രീതിയിൽ റിസ്ക് എടുക്കുക. ഹൈ റിസ്ക് എടുക്കുന്നതിലും തെറ്റില്ല. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പരിചയമുണ്ടെങ്കിൽ ഷെയർ ട്രേഡിങ്, മ്യൂച്വൽ ഫണ്ട്സ്, മാർക്കറ്റിങ്ങിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പരിചയസമ്പന്നരായിട്ടുള്ളവരാണെങ്കിൽ നല്ല റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ്. അല്ലാത്തവരെ സംബന്ധിച്ച് ഒരു മിഡിൽ വരെയുള്ള റിസ്ക് എടുക്കാം, ആദ്യമായിട്ട് ചെയ്യുന്നവരോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അത് ഒരു പോസിറ്റീവ് എനർജിയാണ്. സാമ്പത്തികമായിട്ടുള്ള സുഭദ്രത നേടാൻ പറ്റുന്നു എന്നുള്ളതാണ്. ലൈഫിൽ ഒത്തിരി സാധ്യതകൾ നൽകുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല തീരുമാനങ്ങളും വളരെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, സക്സസ്ഫുൾ ആകാൻ പറ്റുന്ന തീരുമാനങ്ങളാണ് കൂടുതലും നിങ്ങൾ എടുക്കുന്നത്. ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ കറക്റ്റ് ആ സമയത്ത് അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പലതും നേടാൻ പറ്റുന്ന സാഹചര്യം. പിന്നെ ടെൻഡർ, കോൺട്രാക്റ്റ്, ഗവൺമെൻറ് കോൺട്രാക്റ്റ് പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ നേടുന്ന ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം നിങ്ങളെങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, ആ രീതിയിൽ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒന്ന്. ലൈഫ് പേർപ്പസ് നിങ്ങളുടെ എന്താണ്, അത് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ നിങ്ങളുടെ നിയോഗം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടി മറ്റൊരു പ്രത്യേകതയാണ്.
പിന്നെ പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സ്റ്റക്ക് ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിങ്ങൾ വിചാരിച്ച ചില കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങാൻ സമയമെടുക്കുന്നതായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങണമെന്ന് ചിന്തിക്കുന്നതാണ്. അത് എല്ലാത്തിനും അതിനൊരു സമയമുണ്ട്. ആ സമയത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുക. കാരണം ആ ഒരു സമയമെടുത്ത് നമ്മൾ പറയുമല്ലോ, ചില കാര്യങ്ങൾ സമയമെടുത്ത് ചെയ്യണം എന്ന് പറയും. കാരണം അതെങ്കിൽ മാത്രമാണ് അതിനൊരു, ഇപ്പോൾ നമ്മൾ ഒരു വസ്ത്രം വാങ്ങിക്കുകയാണ് എങ്കിൽ അത് മെഷീൻ സ്റ്റിച്ചാണ്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കും. കൈകൊണ്ട് ചെയ്യുന്നതിന് സമയമെടുക്കും. പക്ഷെ കൈകൊണ്ട് ചെയ്യുന്നതിനാണ് വാല്യൂ കൂടുതലും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നേടണമെങ്കിൽ അതിനൊരു സമയമെടുക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈം കൊടുക്കുക. അതിനർത്ഥം നിങ്ങൾ തോറ്റുപോയെന്നോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി എന്നുള്ളതല്ല. ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാനുള്ളൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയം എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കുക. ആ ഒരു ടൈം പീരീഡ് അത് പ്രൊഡക്റ്റീവ് ആക്കിയിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വെയിറ്റ് ചെയ്യുന്നത് ബോറടിക്കുന്നു, നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന ചിന്തയിലേക്ക് പോകാതിരിക്കാൻ കുറച്ച് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റിവിറ്റി തരുന്ന കാര്യമാണ്. ഒന്ന്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ജീവിതത്തിൽ തീരുമാനിക്കുന്ന സമയമാണ്. ഒന്ന്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി അതിലൂടെ ഒരു വരുമാനം നേടാനും ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അത് മനസ്സിലാക്കി തരുന്ന ഒരു സമയമാണ്. പക്ഷെ ഇതിനെല്ലാം നിങ്ങൾ മനസ്സിനെ നിയന്ത്രിച്ചൊരു ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ, 8 എപ്പിസോഡ്സ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങളെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിപ്പോൾ IAS എഴുതാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എൻട്രൻസ് എഴുതാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കതിന് ഉള്ള കഴിവില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് പുറത്ത് കടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറ്റും. അല്ലാതെ നിങ്ങളിങ്ങനെ നെഗറ്റിവിറ്റിയിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളത് സ്റ്റക്കാണ്. ഒരു ആവറേജോ അതിൽ താഴെയുള്ള സ്റ്റുഡൻ്റായിട്ടും പല വലിയ പൊസിഷനിലൊക്കെ എത്തി നിൽക്കുന്ന ആളുകളുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് വിൽ പവറാണ്. വിൽ പവറും ഡിറ്റർമിനേഷനോടും കൂടിയിട്ട് എന്ത് കാര്യം നേടണമെന്ന് തീരുമാനിച്ചാലും നമ്മൾക്കത് നേടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി കരഞ്ഞുകൊണ്ടിരുന്ന ആരും ഒന്നും നേടില്ല, പരിശ്രമിച്ചാൽ മാത്രമാണ് നേടുന്നത് എന്നുള്ളൊരു ചിന്തയാണ് മുന്നിൽ നിൽക്കേണ്ടത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് കരിയറും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഏസ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാർ, അതായത് ടൈം കൂടുതൽ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നവർ ഒറ്റപ്പെടലിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ സാഹചര്യത്തിനൊത്ത് ഇപ്പോൾ പള്ളികളിൽ, അമ്പലങ്ങളിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘടനകളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കലാവിരുതുകളൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, കൃഷി, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്ന കാര്യം അത് ഭംഗിയായിട്ട് ചെയ്യുക. അത് ഒരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ പറയും എനിക്ക് ഒന്നിലും കഴിവില്ല എന്നുള്ളത്. അത് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങളിതുവരെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അല്ലാതെ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കാനോ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം മറ്റുള്ളവർ കൊണ്ടെത്തരണം എന്നില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് പറ്റുന്നില്ല, നിങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതം നശിച്ചു പോകാതെ നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. 9 ഓഫ് സോർട്സ് എനർജിയാണ്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവർ ഈ രാത്രിയിൽ ഉറക്കമില്ലായ്മ, അനാവശ്യ ചിന്തകൾ, ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. പകൽ വളരെയധികം ആക്റ്റീവായിട്ടിരിക്കുക, രാത്രിയിൽ ഉറക്കമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഒരു കൗൺസിലറെയോ മറ്റോ കാണുക. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ പൊതുവേ നല്ലൊരു സമയമാണ്. എന്നിരുന്നാലും ചില ആളുകൾക്ക് പ്രത്യേകിച്ച് ആലോചിക്കാൻ ഒന്നുമില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ആലോചിച്ച് കാട് കയറി. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ ജോലി പോകുമോ, ഉള്ള ജോലി നല്ല ജോലിയാണെങ്കിൽ ഉള്ള ജോലി പോകുമോ, അല്ലെങ്കിൽ
നമ്മൾ പറയില്ലേ, വെറുതെ ഇരിക്കുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നതാണ്, വെറുതെ ഇരിക്കുമ്പോൾ ആകാശം മുകളിൽ നിന്ന് വന്ന് താഴെ വീഴും, അല്ലെങ്കിൽ ഒരു റൂഫിൻ്റെ പ്രത്യേക താഴെ ഇരിക്കുകയാണെങ്കിൽ ഇതെങ്ങാനും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലോ, അല്ലെങ്കിൽ പാലത്തിലൂടെ നടക്കുമ്പോൾ പാലം താഴെ പോയാലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമില്ലാത്ത ചിന്തകൾ വരും മനസ്സിൽ. ഇതൊരു തമാശയായിട്ട് പറഞ്ഞതല്ല, കാര്യമായിട്ട് തന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുപോലത്തെ ചിന്തകളാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ തന്നെ അത് മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.